അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മയത്. നീ ഇൻട്രോ ചെയ്യാൻ സമ്മതിക്കുമോ? ഇതും കൂടി ഒന്ന് കഴിയട്ടെ. അതായത് നമ്മള് ഏതൊരു റീലില് മറ്റേ ടൊറോണ്ടോ പറഞ്ഞപ്പോ കമന്റിൽ വന്നിട്ട് ഒരാള് അത് ടൊറോണ്ടോ എന്നല്ല, ആക്ച്വലി ഇറ്റ്സ് പ്രൊനൗൺസ് ടൊറോണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് പഠിപ്പിക്കാതെ. അല്ല, ഞാന് ഇപ്പൊ ടൊറോണ്ടോന്നേ പറയാറുള്ളൂ, ബിക്കോസ് ഐ ആം എ ലോക്കൽ. ഞാനിപ്പോ ഇവിടുത്തെ ലോക്കലായി. സോ ലോങ് സ്റ്റോറി ഷോർട്ട്, ഞങ്ങളെ ഫസ്റ്റ് എപ്പിസോഡാണ് സയാന്റെ പുതിയ അപ്പാർട്ട്മെന്റിന്ന്. സോ അതാണ് ഈ ഒരു എൻഹാൻസ്മെന്റും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ 28 ദിവസത്തിന് ശേഷമാണ് ഞാനും സെമീറും കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 28 long days. അതെ, ഞാൻ പല പോഡ്കാസ്റ്റിൽ പറയാൻ പറ്റാത്ത പല സ്റ്റോറീസ് ഞാൻ ഓൾറെഡി സെമീറിനോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഈ പോഡ്കാസ്റ്റിൽ പറയാൻ പറ്റുന്ന സ്റ്റോറീസ് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. എന്നിട്ട് എന്തൊക്കെയാണ് സയന പുതിയ ടൊറോണ്ടോയിലെ വിഷയങ്ങൾ? അല്ല, എല്ലാം രണ്ട് സെയിമാ, വിഷയങ്ങളും വിശേഷങ്ങളും. ഒരു സ്ഥലത്തും ഫ്രീ പാർക്കിംഗ് ടൊറോണ്ടോയിലില്ല. ബെസ്റ്റ്. പിന്നെ നടന്നു പോകാൻ പറ്റും, പക്ഷെ നടക്കുകയാണെങ്കിൽ നമ്മൾ ഇച്ചിരി സ്ലോ ആണ്. സൈക്കിളാണ് ഒരു ഒപ്റ്റിമൽ, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. ഇവിടെ ആണെങ്കിൽ ഈ ഹാഫ് ആൻ അവർ കൂടുമ്പോൾ നമുക്ക് റെന്റ് ചെയ്യാൻ പറ്റുന്ന സൈക്കിളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ആപ്പ് കയറിയിട്ട് ഈ സൈക്കിളിന്റെ പേയ്മെന്റ് റീചാർജ് ചെയ്താൽ നമുക്ക് ടൈം ഇങ്ങനെ കൂടി കിട്ടും. അപ്പൊ ഭയങ്കര ഫീസിബിൾ ആണ് നമ്മൾ സൈക്കിളൊക്കെ നോക്കുക. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ടൊറോണ്ടോയിലൂടെ പകൽ സമയം, സമ്മറുമാണ് ഇപ്പൊ ഇവിടെ. അപ്പൊ സമ്മറാണ് ബെസ്റ്റ് ടൈം ഓഫ് ദ ഇയർ എന്ന് പറയാം കാനഡയില്. സമ്മറിൽ ഞാനിങ്ങനെ എന്താണ് റോഡ് സൈഡിലൂടെ ടൊറോണ്ടോ സിറ്റി കൂടെ നടക്കുമ്പോ എന്റെ ബ്രെയിനില് മറ്റേ AR റഹ്മാന്റെ പാട്ടില്ലേ, ന്യൂയോർക്ക് നഗരം. അപ്പൊ ഞാൻ ആ പാട്ടൊന്നും സ്റ്റാർട്ട് ടു ഫിനിഷ് എന്റെ ലൈഫിൽ ഇന്നവരെ കേട്ടിട്ടില്ല. ആ പാട്ട് ഇങ്ങനെ എന്റെ തലയിൽ പ്ലേ ആവുന്നു. എന്നിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ലൈഫ് ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് ആണ് നടന്നിരുന്നത്. കമ്മിങ് ബാക്ക് ടു എന്റെ ബിസിനസ്. എന്താണ് ബിസിനസ്? ഒരു ഫുഡ് ഷാക്ക് ആണ്. അവിടെ ഞങ്ങളുടെ മെനുവിൽ ഞങ്ങള് മിൽക്ക് ഷേക്സ്, സ്മൂത്തീസ്, പിന്നെ ക്രേപ്സ് എന്ന് വെച്ചാൽ ഒരു പാൻകേക്കിനും ദോശക്കും ഒരു കുട്ടി ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാകും, അങ്ങനെ ഒരു ഐറ്റം ആണ്. നിങ്ങൾക്ക് ക്രേപ്സ് എന്താന്ന് അറിയില്ലെങ്കിൽ ക്രേപ്സ് ആണോ എന്നോടും കുറെ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അതിന്റെ ഉത്തരം അറിയില്ല. പക്ഷെ ക്രേപ്പ് എന്നുള്ള വാക്ക് ക്രാപ്പ് എന്നുള്ള വാക്കായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ടായതുകൊണ്ട് ഞാൻ ക്രേപ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഇത്രയും കാലം കേട്ടതും പഠിച്ചൊക്കെ ക്രപ്സ് എന്നാണ്. ഈ പറഞ്ഞപ്പോ ഞാൻ എനിക്ക് ചാൻസ് ഇല്ല, എനിക്ക് തെറ്റിയതാണോ? നീയല്ലടാ ലാംഗ്വേജ് ട്രെയിനർ ഒക്കെ വർക്ക് ചെയ്തിരുന്ന ആള്. അപ്പൊ ക്രപ്സ് നമ്മളെ നാട്ടിലൊക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആയി വരുന്നുള്ളൂ. പാൻകേക്സും വോഫിൾസും പല സ്ഥലത്തും ഉണ്ട്. പക്ഷെ ക്രപ്സ് ഇങ്ങനെ വളരെ കോഴിക്കോട് തന്നെ ഐസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു കഫേയില് ക്രപ്സ് ഉണ്ട്. അപ്പൊ ക്രപ്സ് അടിപൊളിയാണ്. ഇതേപോലെ വോഫിൾ പാൻകേക്കിന്റെ ഒക്കെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഡെസേർട്ട് ഐറ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. കൊച്ചി അങ്ങനത്തെ ബിഗ് മെട്രോ സിറ്റീസിലൊക്കെ എന്തായാലും ഉണ്ട്. ഇനി നിങ്ങൾ ടൊറോണ്ടോ, ഒണ്ടാരിയോ ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് എന്റെ കടയിൽ വരാം. പക്ഷെ ഞാൻ ഇപ്പോ അതിന്റെ ലൊക്കേഷൻ റിവീൽ ചെയ്യുന്നില്ല. നമ്മളിപ്പോഴും ഒരു ഇനീഷ്യൽ ഫേസിലാണുള്ളത്. ഞാൻ വിചാരിച്ചു ലൊക്കേഷൻ റിവീൽ ചെയ്യുമ്പോൾ എല്ലാരും കൂടി വേറെ കാര്യം. കാനഡയിലുള്ള രണ്ടാള് വന്നു. അപ്പൊ ഇതിന്റെ സ്ഥലം ഞാൻ പറയുന്നില്ല. പിന്നെ ഞങ്ങൾക്കുള്ളത് ടൊർണേഡോ എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്ന പോലത്തെ ടൊർണേഡോ പൊട്ടാറ്റോ അല്ലെങ്കിൽ ട്വിസ്റ്റർ പൊട്ടാറ്റോ എന്ന് വിളിക്കുന്നത്, ഒരു കോൽമ ഇങ്ങനെ സ്പൈറൽ പോലെയുള്ള പൊട്ടാറ്റോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ മെനു ഉള്ളത്. ഒരു ഫുഡ് ഷാക്ക് ആണ്. ഒരു രാവിലെ ഒരു 10-11 മണി ആ ടൈമിൽ അലാറം വെച്ചേക്കുക. അലാറം വെച്ച് എണീച്ചിട്ട് വരും നോക്കും ആർക്കൊക്കെ ഇങ്ങനെ ടൈമർ വന്നതെന്നുള്ള. എന്നിട്ട് ടൈമർ വന്നവർക്കൊക്കെ ഈ ബ്ലാക്ക് സ്ക്രീന് പെട്ടെന്ന് ഇതാക്കിയിട്ട് എല്ലാവർക്കും അയക്കും. എന്നിട്ട് വീണ്ടും ഉറങ്ങാൻ പോകും. അപ്പൊ ഞാനൊന്നും എന്റെ ലൈഫിൽ ചെയ്യൂല. അതല്ല, ഇവർക്ക് ഈ ഒരു എനർജി വേറെ എന്തിലേക്ക് കൊടുത്തൂടെ? എന്റെ വേറൊരു സുഹൃത്തുണ്ട് കിച്ചണറിലുള്ള. അപ്പം ഇവർക്ക് വന്നിട്ട് കുറെ ആയി, മര്യാദക്ക് ജോലിയൊന്നും അങ്ങനെ ആയിട്ടില്ല. പക്ഷെ സ്ട്രീക്കിന്റെ കാര്യത്തിൽ വൻ കമ്മിറ്റ്മെന്റ്. അതായത് 1000-1500 ഇവരെ സ്ട്രീക്ക് ഒക്കെ മാക്സിമം ഒക്കെ. അതായത് നിലവിൽ പോയി. അപ്പൊ 1000 എന്നൊക്കെ പറഞ്ഞാൽ 3 കൊല്ലത്തിന്റെ മുകളിലായി. എനിക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇവനോട് പറഞ്ഞ്, അനക്ക് ഈ സ്ട്രീക്കിലിടുന്ന പകുതി ജോലി കണ്ടുപിടിക്കാൻ കിട്ടുന്നത് ഇപ്പൊ അങ്ങനെ ജോലി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എന്തെല്ലാം ആൾക്കാര്. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ 28 ദിവസമായിട്ടുള്ള എന്റെ റുട്ടീൻ എന്താന്ന് വെച്ചാൽ
രാവിലെ എഴുന്നേക്കും, എന്നിട്ട് കടക്ക് സാധനം വാങ്ങിക്കാനുണ്ട്. അപ്പൊ സാധനം വാങ്ങിക്കാൻ പോകും. സാധനം വാങ്ങിച്ചാൽ നേരെ കടയിലേക്ക് പോകും. കട തുറന്നത് മുതൽ കട രാത്രി ക്ലോസ് ചെയ്യുന്നവരെ ഞാൻ കടയിലേക്കും. 12 to 12 ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. അതെ, അത് ഇതാണെങ്കിൽ വീക്കെൻഡ്സ് ആണെങ്കിൽ 12 to 1 ഒക്കെ പോവാ. അപ്പം 12 to 13 hours ആണെങ്കിൽ ഉച്ചക്ക് 12 PM to 12 AM. അപ്പൊ 12 to 13 hours ആണ് ഞാൻ ഡെയിലി വർക്ക് ചെയ്യുന്നത്. അത് ഷോപ്പിംഗ് കൂട്ടാതെ ഞാൻ നിൽക്കുന്ന ഒരു വേൾഡ് ഫുഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് എന്റെ ഈ ഷാക്ക് ഉള്ളത്. അയ്യോ നീ അല്ല എഡിറ്റർ കട്ട് ചെയ്യണ്ട. എന്താ വേൾഡ് ഫുഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എന്റെ ഈ ഷാക്ക് ഉള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാല് എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും, എല്ലാ ടൈപ്പ് 15-18 ഷാക്ക് ഉണ്ട് അതില്. അപ്പൊ അതില് എല്ലാവരുടെ ഫുഡും ഡിഫറെന്റ് ഫുഡാണ്. കാരണം മെന്യൂസ് തമ്മിൽ കോൺട്രഡിക്ട് ചെയ്യാൻ പാടില്ല. അപ്പം ഞങ്ങള് ക്രേപ്സ്, മിൽക്ക് ഷേക്ക്, സ്മൂത്തീസ് അതൊക്കെ ഞങ്ങൾ വെക്കുന്നുണ്ട്. ഇന്ത്യൻ ഫുഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, വടാപാവ്, മുംബൈ സാൻഡ്വിച്ച് കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ദോശ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, കൊത്തുറൊട്ടി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നുമില്ല, ഈ കേരള സ്നാക്സ് പോലെ ഇങ്ങനെ ചായ ഉണ്ട്, പഴംപൊരി ഇല്ല, സമൂസ ഉണ്ട്. നല്ലതാണ്. പക്ഷെ അവിടെ ഞാൻ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ നോർത്ത് ഇന്ത്യൻസാ. മലയാളീസ് വളരെ അങ്ങനെ. പിന്നെ ലാറ്റിൻ ഫുഡായിട്ട് ഈ മാങ്ങയും നമ്മൾ ഉപ്പിലിട്ടത് പറയുന്ന പോലെ അവരുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന ഷോപ്സ് ഉണ്ട്. ബ്രസീലിയൻ ഫുഡ് ഉണ്ട്. ട്രൈ ചെയ്തു ഞാൻ. ലാറ്റിൻ ഫുഡ് കുറെ ട്രൈ ചെയ്തു ഞാൻ. ഈ ശ്രീലങ്കൻ ഫുഡ്, ഒരു അക്ക ഉണ്ട് ഇപ്പുറത്ത്, ആ അക്കയുടെ ഫുഡ് ശ്രീലങ്കൻ, അവരുടെ ഫുഡ് ട്രൈ ചെയ്തു. ഈ വടാപാവ്, മുംബൈ സാൻഡ്വിച്ച് അതൊക്കെ ട്രൈ ചെയ്തു. പിന്നെ കോണും ഒരു ചീസും, അത് ലാറ്റിൻ ഫുഡാ, അത് ട്രൈ ചെയ്തു. അങ്ങനെ കുറച്ച് ഐറ്റംസ്. ഞാനിപ്പോ ന്യൂ ആണ്. ലെബനീസ് ഫുഡ് ഉണ്ട്. അങ്ങനെ എല്ലാ കൾച്ചേഴ്സിലെ ഫുഡ് അവിടെ. ഷവർമയും പുട്ടീനും അത് ഞാൻ ട്രൈ ചെയ്തു. അതൊക്കെ ഞാൻ ട്രൈ ചെയ്തു. അപ്പോ ഞാൻ എന്റെ കാക്ക സഹീനോട് പറയായിരുന്നു, നമ്മൾ ഇന്ത്യൻസ്, നമ്മൾ ഇപ്പുറത്ത് ശ്രീലങ്കൻ, നമ്മളുടെ ലെഫ്റ്റില് മെക്സിക്കൻ, ലാറ്റിന്, നമ്മളുടെ ഫ്രണ്ട് എന്ന് പറയുന്ന വേറൊരു ആളുണ്ട് ഇതേപോലെ ബിസിനസ് ഓണർ ആയിട്ട്, അയാള് ഫിലിപ്പീനോ കനേഡിയൻ, നമ്മളുടെ ഇവിടുത്തെ മാനേജർ എന്ന് പറഞ്ഞാൽ ലെബനീസ്, നമ്മളുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്. ഒരു ട്രൂലി ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇത് കിട്ടുന്നത്. നമ്മൾ ഫ്യൂച്ചറിൽ ഇതൊക്കെ എടുത്ത് പറയും, ഇങ്ങനൊക്കെ ഒരു ലൈഫാണ് നമുക്ക് ജീവിച്ചു വന്നതാണ് കേട്ടെ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ കാര്യത്തില്. യെസ്. പിന്നെ ഞാൻ ഇതുവരെ ഫുഡ് ഒഫീഷ്യലി ട്രൈ ചെയ്തിട്ടില്ല. അതെ, ഞാൻ ഇന്നാണ് തിരക്കൊക്കെ മാറ്റി വെച്ച് വരണ്ടേ, ഇന്നാണ് ഞാൻ എത്തിയത്. അതെ. പിന്നെ നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് ആൾക്കാരോട് പോയിട്ട് ആർ യു ഗൈസ് ഹയറിംഗ് എന്ന് പറഞ്ഞിട്ടല്ലേ നമുക്ക് ശീലമുള്ളൂ. ഇപ്പൊ ആൾക്കാര് നമ്മളെടുത്ത് വന്നിട്ട് Are you guys hiring വല്ലാത്തൊരു ഫീൽ. അപ്പൊ നമ്മള് സോറി വി ആർ നോട്ട് ഹയറിംഗ്, ഞാനാണ് പണിയെടുക്കുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറെ, നമ്മള് ബേസിക്കലി ഞാനാണ് ഫ്രണ്ട് കൗണ്ടറിൽ നിൽക്കാം. സഹീൻ ഇങ്ങനെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ. സഹീൻ എക്സ്ട്രോവേർട്ട് ആണ്, പക്ഷെ എന്റെ അത്ര എക്സ്ട്രോവേർട്ട് അല്ല. അപ്പൊ ഞാനാണ് ആൾക്കാരോട് ഇങ്ങനെ ഹായ് ദേർ, ഹലോ, ഹായ്, എക്സാക്ട്ലി. സഹീന് ഇടക്ക് ഫ്രണ്ടിൽ വെക്കോ. അപ്പൊ ഞാൻ ഓരോ കസ്റ്റമേഴ്സ് പാസ് ചെയ്യുമ്പോ ഞാൻ സഹീനോട് ഹായ് പറയും. പിന്നെ കസ്റ്റമർ അപ്പൊ ഞാൻ സൈനോട് എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല. അപ്പൊ ഞാൻ ഫ്രണ്ട് പോയപ്പോ ഇതേപോലെ നമ്മൾ കസ്റ്റമേഴ്സ് പാസ് ചെയ്യുമ്പോ ഹലോ ഹായ് ദേർ എന്നിട്ട് പല ടോൺ പറയും. അപ്പൊ കുറെ ആൾക്കാർ മൈൻഡ് ആക്കാതെ ഇങ്ങനെ പോകും. അപ്പൊ കോമഡിയാണ്. നമ്മളുടെ സെൽഫ് റെസ്പെക്ട് ഒക്കെ മാറ്റി വെക്കണം, വേറെ നിവർത്തിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയണം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ് എനിക്ക് ഹായ് ദേർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോണ് സെറ്റ് ആയിക്കണേ. അങ്ങനെ ഒരു ദിവസം ഞാൻ വർക്കിലല്ല, ഞാൻ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോയതാ. അങ്ങനെ ഞാൻ ഇവരെ ഫ്രണ്ട് കൗണ്ടർ പോയിട്ട് ഓർഡർ ചെയ്യാൻ പോവാം. ഞാൻ അവിടെ പോയിട്ട് ഹായ് ദേർ അറിയാതെ
തന്നെ. അപ്പൊ ചങ്ങായി ഇങ്ങനെ തിരിഞ്ഞ് അപ്പൊ ഞാൻ നല്ല ഫുള്ള് ഹാർഡ് വോയിസിൽ സംസാരിച്ചു. അപ്പൊ സംസാരിച്ച് അങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ നമ്മളിങ്ങനെ കസ്റ്റമേഴ്സിനൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. അപ്പൊ ഭയങ്കര രസാ. അപ്പൊ ചിലവര് അടി ഉണ്ടാക്കും പേ ചെയ്യാൻ തമ്മില് അങ്ങനെ ഞാൻ 2 ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തള്ളുക ഇങ്ങോട്ട് തള്ളുക. ഇല്ല ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കങ്ങ് മനസ്സിലാകും ആരാണ് ഫോർമാലിറ്റിക്ക് വേണ്ടി ഞാൻ കൊടുക്കും എന്ന് പറയുന്നത്, അതോ ആരാണ് ആക്ച്വലി ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ കൊടുക്കും എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഫോർമാലിറ്റിക്ക് പറയുന്ന ആള് 2-3 തള്ളണ് കഴിഞ്ഞിട്ട് ഫോണൊക്കെ ഒന്നും ഇങ്ങനെ ബാക്കില് ക്രെഡിറ്റ് കാർഡ് കൊടുത്തോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ ഞാൻ അവിടെ തൊടാനായി ആരോട് ചോദിച്ചിട്ടുണ്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ആൾക്കാരെ ഇങ്ങനെ ടെസ്റ്റ് സബ്ജക്ട്സ് പോലെ പഠിക്കുകയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവങ്ങളും കാര്യങ്ങളും. ചിലപ്പം ഇത് റൺ ചെയ്ത് ഒരു ഹ്യൂമൻ സൈക്കോളജി വരെ. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഒരു സോഷ്യൽ പേഴ്സൺ ആണല്ലോ. അപ്പൊ എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ പലതരം കസ്റ്റമേഴ്സൊക്കെ ഞാൻ കസ്റ്റമേഴ്സിനോട് സ്മോൾ ടോക്ക് ഒക്കെ ചെയ്തിട്ട് വൈ യു ഗൈസ് കമ്മിങ് ഫ്രം. പിന്നെ ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് പല കൺട്രീസിനെ ടൂറിസ്റ്റ്സ് ആയിട്ട് കാനഡയ്ക്ക് വരുന്നവരുണ്ട്. അത് ഇവിടെ കാനഡയിലുള്ള വേറെ നാഷണാലിറ്റിയിലെ ആൾക്കാരല്ല, ടൂറിസ്റ്റ് ആയിട്ട്. അപ്പൊ ചിലര് ആക്സെന്റ് ഒക്കെ വെക്കുമ്പോ ഞാൻ വൈ യു ഗൈസ് ഫ്രം എന്നൊക്കെ വെക്കും. അപ്പൊ ഒരു വി ആർ ഫ്രം ഫിൻലാൻഡ് എന്നൊക്കെ പറയാം. അങ്ങനെ അപ്പം ഇംഗ്ലീഷ് അറിയാത്ത വൈറ്റ്സിനെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഒന്നായി പോകും. കാരണം നമ്മള് കാനഡയിലെ എല്ലാ വൈറ്റ്സിനും ഇംഗ്ലീഷ് അറിയാലോ. അപ്പൊ നമ്മളിങ്ങനെ ഭാഷ ഫിനിഷോ അങ്ങനെ എന്തോണ് പേര് അങ്ങനെ. പിന്നെ അതേപോലെ ഒരു ലേഡി ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ലുക്കുള്ളൊരു ലേഡി അങ്ങനെ ഒന്ന് സംസാരിക്കാം. വൺ ആക്സെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു സ്ട്രോങ് ആക്സെന്റ് ഉണ്ട്. അടിപൊളി ഇംഗ്ലീഷ് ആക്സെന്റിൽ ഇങ്ങനെ സംസാരിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു ഐ യു ഫ്രം ഓസ്ട്രേലിയ ഓർ സംവെയർ എന്ന് ചോദിച്ചേ. അപ്പൊ താങ്ക് ഗോഡ് യെസ് താങ്ക് ഗോഡ് ഫോർ നോട്ട് സെയിങ് UK എന്നല്ലേ. അപ്പൊ ഇവര് ഓസ്ട്രേലിയൻ ആക്സെന്റാ. അപ്പൊ ഞാൻ പറഞ്ഞു യു കാന്റ് സൗണ്ട് ലൈക്ക് മാർഗോട്ട് റോബി there എന്നല്ലേ. മാർഗോട്ട് റോബിന്റെ അതേ ആക്സെന്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. മാർഗോട്ട് റോബി അറിയണത് മറ്റേ സൂയിസൈഡ് സ്ക്വാഡിലെ ഹാർലി ക്വിൻ, അതേപോലെ അതേ ഓർമ്മ ഉണ്ടാവും. ബാർബി ആയിട്ടൊക്കെ അഭിനയിച്ച ആക്ട്രസ് ആണ്, ഓസ്ട്രേലിയൻ ആണ്. അപ്പൊ ഞാൻ യു കാൻ സൗണ്ട് ലൈക്ക് മാർഗോട്ട് റോബി ഓ ഷീസ് മൈ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. അപ്പൊ അങ്ങനെ ഇവര് ക്രേപ്പ് ഓർഡർ ചെയ്ത് ഞാൻ ക്രേപ്പ് കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവര് തിരിച്ചു വന്നു. അപ്പൊ ഞങ്ങൾക്കും റിട്ടേണിങ് കസ്റ്റമേഴ്സോ അങ്ങനെ. എന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഓറിയോ ക്രേപ്പ് ഓർഡർ ചെയ്തു. അങ്ങനെ അത് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഗുഡ് ടു സീ യു അഗൈൻ. ഓ യു റിമെമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നല്ലാതെ റിമെമ്പർ ചെയ്യാതെ അങ്ങനെയൊക്കെ അങ്ങനെ ഭയങ്കര രസമാണ് കസ്റ്റമേഴ്സ് കാര്യങ്ങൾ.